ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത് ദാൽ തടുക്ക, പഞ്ചാബി ധാബ സ്റ്റൈൽ ദാൽ തടുക്ക. ഇത് വ്യത്യസ്തമായ ഒരു പരിപ്പ് കറിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് തുവരപ്പരിപ്പ്, സാമ്പാറിന് ഉപയോഗിക്കുന്ന പരിപ്പ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് അളവിൽ മാറ്റം വരുത്താം. കുറച്ച് ആൾക്കാരേ ഉള്ളൂവെങ്കിൽ അതിനനുസരിച്ച് നമ്മളെടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവിൽ മാറ്റം വരുത്താം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് ചെറുപയർ പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാള ഉള്ളി വലുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 മീഡിയം സൈസ് തക്കാളി വലുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വഴനയില 2ആയി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഒരു കറുത്ത ഏലക്കായി അതുകൂടി ചേർത്ത് കൊടുക്കാം. ഒരു 10-12 വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിൻ്റെ കൂടെ നമുക്ക് 2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് ചേർത്ത് കൊടുക്കുന്നതാണ് ഈ കറിയുടെ സ്വാദ്. ഇവിടെ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് ഇതുവരെ ഒന്നും ചേർത്ത് കൊടുത്തില്ല. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്ത് 3-4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് കുക്കറിൻ്റെ അടപ്പ് അടച്ചു വെക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പ് കറിയാണ്. ചപ്പാത്തി, ചോറ് ഇതിൻ്റെ കൂടെയൊക്കെ മേച്ചാവുന്ന വളരെ രുചികരമായ ഒരു പരിപ്പ് കറിയാണ്. ഇനി നമുക്ക് ഈ പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. വിസിലിട്ട് കൊടുത്തു. ഇനി ഏകദേശം 6-7 വിസിൽ വരുന്നത് വരെ ഈ പരിപ്പ് കറി ഒന്ന് കുക്ക് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ 7 വിസിൽ അടുപ്പിച്ചിട്ടുണ്ട്. കുക്കർ തണുത്ത് നമ്മൾ നോക്കുമ്പോൾ പരിപ്പൊക്കെ നന്നായി കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. പരിപ്പ് നന്നായി വെന്തിരിക്കണം, അതാണ് കറിയുടെ ടേസ്റ്റ്. കഷ്ണങ്ങളെല്ലാം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഒന്ന് തിളക്കാൻ വേണ്ടി വെക്കാം. ഇത് കുറച്ച് ലൂസായിട്ടുള്ള കറിയാണ്, അധികം ഡ്രൈ ആവാൻ പാടില്ല. ഇളക്കി നന്നായി യോജിപ്പിച്ച് ഒരു തിള വരുന്നത് വരെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. നമ്മൾ സാധാരണ പരിപ്പ് കറിയൊക്കെ ട്രൈ ചെയ്യാറുണ്ട്, പല രീതിയിൽ പരിപ്പ് കറി ഉണ്ടാക്കാറുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതുമായ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പരിപ്പ് കറിയാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അത് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തതാണ് ഇതിന് ടേസ്റ്റ് നൽകുന്ന നമുക്ക് രുചി കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ വറുത്തിട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. 2-3-4 വെളുത്തുള്ളി കട്ട് ചെയ്ത് ചേർത്തതാണ്. അതുകൂടി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകം, ഒരു ടീസ്പൂൺ കസൂരി മേത്തി. ഇതിനു മുമ്പൊക്കെ ഞാൻ കറികളിൽ കസൂരി മേത്തി ചേർക്കുന്നത് കാണിച്ചു തന്നിട്ടുണ്ട്. അത് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇവിടെ 2-3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ആദ്യമായിട്ടാണ് കറിക്ക് എരിവ് നൽകാൻ വേണ്ടി മുളക് പൊടി ചേർക്കുന്നത്. അതുകൊണ്ട് എരിവിനനുസരിച്ച്, ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് വേഗം തന്നെ കറിയിലേക്ക് വറുത്തിട്ട് കൊടുക്കാം.
ഇപ്പം നമ്മുടെ പഞ്ചാബി ധാബ സ്റ്റൈൽ ദാൽ തടുക്ക ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ, ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കുറച്ച് മല്ലിയില കൂടി ഈ അവസരത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.